എന്റെ നിബന്ധന എന്തെന്നാൽ എന്നെ കല്യാണം കഴിക്കുന്ന ആൾ വളരെ ബലശാലിയായിരിക്കണം, വളരെ വേഗത്തിൽ പറക്കണം, ഒരുപാട് ദൂരെയുള്ളതും അദ്ദേഹത്തിന് കാണണം. അപ്പോഴേ വരാൻ പോകുന്ന പ്രശ്നം അദ്ദേഹത്തിന് അറിയൂ. അങ്ങനത്തെ കുരുവിയെ ഞാൻ കല്യാണം കഴിക്കൂ. ചുട്കു രാജാവ് കുരുവികളുടെ രാജാവാണ്. അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേരാണ് ചുട്കി. നോക്കൂ ചുട്കി, ഇപ്പോൾ നിനക്ക് കല്യാണപ്രായമായി. നിന്റെ കല്യാണം ഒരു സുന്ദരനായ പക്ഷിയുമായി നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ കാക്കയോട് ഒരു നല്ല പയ്യനെ കണ്ടുപിടിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിക്കാം, പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്. നിബന്ധനയോ? എന്ത് നിബന്ധന? എന്റെ നിബന്ധന എന്തെന്നാൽ എന്നെ കല്യാണം കഴിക്കുന്ന ആൾ വളരെ ബലശാലിയായിരിക്കണം, വളരെ വേഗത്തിൽ പറക്കണം, ഒരുപാട് ദൂരെയുള്ളതും അദ്ദേഹത്തിന് കാണണം. അപ്പോഴേ വരാൻ പോകുന്ന പ്രശ്നം അദ്ദേഹത്തിന് അറിയൂ. അങ്ങനത്തെ കുരുവിയെ ഞാൻ കല്യാണം കഴിക്കൂ. മോളെ, നീ എത്ര നിബന്ധനയാണ് ഈ പറയുന്നത്? എന്നാൽ ഇതെല്ലാം ഒരു പക്ഷിയിൽ എങ്ങനെ ഉണ്ടാകും? അതൊന്നും എനിക്ക് അറിയില്ല അച്ഛാ. അങ്ങനത്തെ വരനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ല. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. രാജാവ് ഒരു സഭ വിളിച്ചു. മരത്തിൽ പക്ഷികളൊക്കെ ഇരുന്നു. കേൾക്കൂ, എന്റെ മകളുടെ നിബന്ധന എന്തെന്നാൽ അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ ഒരുപാട് വേഗത്തിൽ പറക്കണം, ഒരുപാട് ഭാരവും തൂക്കണം, ഒരുപാട് ദൂരെ കാണാൻ കാഴ്ചശക്തി വേണം. താങ്കളുടെ മകളുടെ നിബന്ധനയെല്ലാം കൊള്ളാം. അതുപോലെ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു പക്ഷിയെ എവിടെ കിട്ടാനാ? അതൊന്നും എനിക്കറിയണ്ട. ദൂരെ ദൂരെ ഈ നിബന്ധന അറിയിച്ചേക്കൂ. അതിന് യോഗ്യരായവർ വരും. വന്ന് അവർക്ക് അവരുടെ കഴിവ് കാണിച്ച് എന്റെ മകളെ വിവാഹം കഴിക്കാം. എല്ലാ പറവകളും വിഷയം അറിഞ്ഞു. അവരെല്ലാം ഒരുമിച്ചിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. അയ്യോ, രാജകുമാരി കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യന് ഒരുപാട് നിബന്ധന ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലേ അവരെ കല്യാണം കഴിക്കാൻ പറ്റുമത്രേ. അതെ അതെ, ഞാനും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് എനിക്ക് തോന്നുന്നത് രാജകുമാരി കല്യാണം കഴിക്കാതെ തന്നെ മരിക്കുമെന്നാണ്. ഇങ്ങനൊരു പയ്യനെ എവിടെ നിന്നും കിട്ടാനാണെന്ന് പറ. അവിടെ ഇരിക്കുന്ന മോണ്ടിക്കുരുവിയും ഇത് കേട്ടു. അത് കേട്ട് പറഞ്ഞു, ചേട്ടാ, ആ 3 നിബന്ധനകളിൽ ഒന്ന് എന്റെ കയ്യിലുണ്ട്. ഞാൻ നല്ല വേഗത്തിലോടും. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ആ അതെ അതെ, നീ പറയുന്നത് ശരിയാണ്. എന്നാൽ നിന്റെ കയ്യിൽ ഒരു കഴിവല്ലേ ഉള്ളൂ. ബാക്കി 2 കഴിവിന് നീ എവിടെ പോകും? അയ്യോ, കുഴപ്പമില്ല. 3-ൽ 1 നിന്റെ കയ്യിലുണ്ടല്ലോ. നീ പോയി രാജാവിനെ കാണ്. ആര് കണ്ടു, ഈ കഴിവിനെ രാജകുമാരി അംഗീകരിച്ചാലോ? ആ, താങ്കൾ പറയുന്നത് ശരിയാണ്. ഞാൻ രാജാവിന്റെ അടുത്ത് പോകാം. ചുട്കു രാജാവിന്റെ അടുത്ത് ചെന്ന് മോണ്ടിക്കുരുവി പറഞ്ഞു, രാജാവേ, താങ്കളുടെ മകളുടെ നിബന്ധന ഞാൻ കേട്ടു. എന്റെ കയ്യിലുള്ള കഴിവെന്തെന്നാൽ ഞാൻ വളരെ വേഗത്തിലോടും. എന്നാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നീ നമ്മുടെ വീരന്മാരെ തോൽപ്പിക്കണം. എന്നാലേ നീ നല്ല വേഗത്തിൽ പറക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ശരി, ഞാൻ മത്സരത്തിന് തയ്യാറാണ്. പിന്നെ പരുന്തിനും മോണ്ടിക്കും ഒരു റേസ് വെച്ചു. മോണ്ടി പരുന്തിനേക്കാൾ 2 മടങ്ങ് ഫാസ്റ്റായി പറന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് രാജാവിന്റെ അടുത്ത് നിന്നു. യഥാർത്ഥത്തിൽ നീ വളരെ വേഗം പറക്കുമെന്ന് തെളിയിച്ചിരിക്കുന്നു. പിന്നെ കുറച്ച് വിഷമിച്ചു. എന്തു പറ്റി പ്രഭു? ഞാൻ താങ്കളെ തെളിയിച്ച് കാണിച്ചില്ലേ? എന്നാൽ ഇതുകൊണ്ട് മാത്രം പറ്റില്ല. എന്റെ മകൾക്ക് അവൾ ചോദിച്ച 3 ഗുണങ്ങളും ഉണ്ടായിരിക്കണം. എന്നാലേ ഈ വിവാഹം നടക്കൂ. അപ്പൊ അവിടേക്ക് ചിന്റു കുരുവി വന്നു. ചിന്റു പറഞ്ഞു, രാജാവേ, എന്റെ കഴിവെന്താണെന്നാൽ എനിക്ക് ഒരുപാട് ദൂരം കാണാൻ കഴിയും. എന്നാൽ നിനക്ക് ഒരുപാട് ദൂരം കാണാൻ പറ്റുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാനത് തെളിയിച്ച് കാണിക്കാം. ഇപ്പോൾ നിനക്ക് ഒരുപാട് ദൂരം കാണാൻ കഴിയുമെന്ന് ഞാൻ എന്തു വെച്ച് നോക്കും? അതും എനിക്ക് കാണാൻ കഴിയാത്ത ഒന്ന്. രാജാവിന്റെ മന്ത്രിയായ കാക്ക രാജാവിന്റെ ചെവിയിൽ പറഞ്ഞു, രാജാവേ, താങ്കൾക്ക് ആ തടാകം ഓർമ്മയുണ്ടോ? ഇവിടെ നിന്നും ഒരുപാട് ദൂരെയുള്ളത്. അതിനെക്കുറിച്ച് നമുക്കല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ. നമുക്ക് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചുകൂടാ? അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. അതെ, നീ ശരിയായി പറഞ്ഞു. നീ പറ, നിനക്ക് ഒരുപാട് ദൂരെ ഒരു തടാകം കാണാൻ കഴിയുന്നുണ്ടോ?
ചിന്റു പറന്നുകൊണ്ട് മരത്തിന്റെ മുകളിൽ ചെന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞാൻ കാണുന്നുണ്ട്. ഇവിടെ നിന്നും ദൂരെ കാടിന്റെ നടുക്ക് ഒരു വലിയ മരത്തിന്റെ അടുത്ത് ഒരു തടാകമുണ്ട്. വാ, നീ ശരിയായി കണ്ടു. യഥാർത്ഥത്തിൽ നീ കഴിവുള്ളവൻ തന്നെ. അപ്പൊ അവിടേക്കൊരു മൂന്നാമത്തെ പറവ പറന്നു വന്നു. അതിന്റെ പേര് ചീക്കു. രാജാവേ, എന്റെ കഴിവെന്താണെന്ന് വെച്ചാൽ ഞാൻ എത്ര ഭാരവും പൊക്കി ആകാശത്തിൽ പറക്കും. അത് തെളിയിച്ചാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ശരി, പറയൂ, ഞാൻ എന്ത് പൊക്കിക്കൊണ്ടാണ് പറക്കേണ്ടത്? എന്നെയും ഇവിടെയുള്ള എല്ലാ പക്ഷികളെയും നീ പൊക്കിക്കൊണ്ട് ആകാശത്തിലൂടെ പറക്കണം. ശരി, എല്ലാവരും ഒരു കൊട്ടയിൽ കയറിയിരിക്കൂ. എല്ലാ പറവകളും ഒരു കുട്ടയിലിരുന്നു. ചീക്കു ആ കുട്ടകാലിൽ പിടിച്ച് ആകാശത്തിലൂടെ പറന്നു. കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാവരെയും താഴേക്ക് കൊണ്ടുവന്നു. നമുക്ക് 3 പക്ഷികളെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ 3ഉം വേറെ വേറെ പക്ഷികളാണ്. ഇപ്പോൾ എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ അവിടേക്ക് ചുട്കി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, നിങ്ങളുടെ ഈ പ്രശ്നത്തിനുള്ള ഉത്തരം എന്റെ കയ്യിലുണ്ട്. എന്താ? നീ എന്നോട് പറ. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ആരെയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഞാനിവർ 3 പേരെയും കല്യാണം കഴിക്കാം. അത് കേട്ട് സഭയിലുള്ള എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ചുട്കി, നീ എന്താ ഈ പറയുന്നത്? ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് വരെ അങ്ങനെ നടന്നില്ലെങ്കിൽ എന്താ, ഇന്ന് നടന്നോട്ടെ. എനിക്കിവർ 3 പേരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു. 3 പേരെയും ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 3 പേരും തയ്യാറാണോ? ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ചുട്കിയുടെ കല്യാണം 3 കുരുവികളോടൊപ്പം നടന്നു. പിന്നെ അവർ 4 പേരും ചേർന്ന് സന്തോഷത്തോടെ അവരുടെ കൂടും പണിതു. ഇനി എന്റെ അമ്മ എന്റെ കൂടെ ഇല്ല. എന്റെ അമ്മയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ ആരെ ഇനി അമ്മയെന്ന് പറയാ? സോന, അങ്ങനെയൊന്നും പറയല്ലേ. എല്ലാം ശരിയാവും. ഈ കഥ ആമസോണിലെ ഒരു കാട്ടിൽ നടക്കുന്നതാണ്. അവിടെയാണ് സോനക്കിളിയും മാതാപിതാക്കളും ഉള്ളത്. അവർക്ക് 3 മക്കളായിരുന്നു. പക്ഷെ അതിൽ 2 പേരും പെട്ടെന്ന് മരിച്ചുപോയി. അതിലാകെ രക്ഷപ്പെട്ടത് സോനക്കിളി മാത്രമാണ്. അവരവരുടെ കുഞ്ഞിന്റെ പേര് സോന എന്ന് വെച്ചു. അവർക്ക് ആ കുട്ടി അത്രയ്ക്കും പ്രിയപ്പെട്ടതായിരുന്നു. അവരുടെ ഉള്ളിലെ എല്ലാ സ്നേഹവും ആ കുട്ടിക്ക് മാത്രമായി നൽകി. സോന, എണീച്ച് ഭക്ഷണം കഴിക്കി. ഒരുപാട് നേരായി. നീ എണീറ്റ് ഭക്ഷണം കഴിക്കി. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ അതാ താഴത്തെ കൊമ്പിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. ശരി അമ്മേ, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. സോനയുടെ അമ്മ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നു. സോനയുടെ അമ്മയ്ക്ക് സോനയെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവളുടെ അച്ഛൻ ഒരു പ്രത്യേക തരക്കാരനായിരുന്നു. അദ്ദേഹത്തിന് തോന്നിയാൽ മാത്രം അദ്ദേഹം വീട്ടിലേക്ക് വരും. അങ്ങനെ ഒരു ദിവസം സോനയുടെ അമ്മ സോനയെ വീട്ടിലാക്കി കുറച്ച് ധാന്യങ്ങൾ അന്വേഷിച്ചു പോയി. വരുന്ന വഴിക്ക് എങ്ങനെയോ ഒരു മരത്തിന്റെ ചില്ലയിൽ പോയി ഇടിച്ച് അമ്മയുടെ ചിറകിന് പരിക്കു പറ്റുന്നു. അവിടുന്ന് ചോരയും വരാൻ തുടങ്ങി. സോനയുടെ അമ്മ എങ്ങനെയൊക്കെയോ സോനയുടെ അടുത്തെത്തി. അമ്മേ, ഇതെന്താ ഇത്ര ചോര വരുന്നേ? അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഒന്ന് പറ അമ്മേ. മോനെ, അതൊന്നുമില്ലടാ. ചെറിയൊരു പരിക്ക് പറ്റിയതാ. അതിപ്പോ മാറിക്കോളും. നീ ഭക്ഷണം കഴിക്കി. നീ ഇന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാന് നെട്കട്ടി കുരങ്ങച്ചനെ വിളിക്കാം. അദ്ദേഹം നിന്നെ ഭക്ഷണം കഴിക്കാൻ സഹായിക്കും. സോനയുടെ അമ്മ നെട്കട്ടി കുരങ്ങച്ചനെ നോക്കി കൈ കാണിച്ച് വിളിക്കുന്നു. നെട്കട്ടി കുരങ്ങച്ച, സോനയ്ക്ക് ഭക്ഷണം കൊടുക്കൂ. അതുപോലെ എനിക്ക് കുറച്ച് മരുന്ന് മേടിച്ചു തരുമോ? അല്ല പെങ്ങളെ, ഇതെന്ത് പറ്റി? ചിറകുന്ന് ഒരുപാട് ചോര വരുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പൊ തന്നെ മരുന്ന് വാങ്ങിട്ട് വരാം. നെട്കട്ടി കുരങ്ങച്ചൻ മരുന്നുമായിട്ട് വരുന്നു. അവിടെ സോന കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സോനയുടെ അമ്മയുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞിരുന്നു. ഇനി എന്റെ അമ്മ എന്റെ കൂടെ ഇല്ല. എന്റെ അമ്മയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ ആരെ ഇനി അമ്മയെന്ന് പറയാ?
സോന, അങ്ങനെയൊന്നും പറയല്ലേ. എല്ലാം ശരിയാവും. നട്കട്ടി കുരങ്ങച്ചൻ സോനയെ ആശ്വസിപ്പിക്കുന്നു. അന്ന് വൈകുന്നേരം സോനയുടെ അച്ഛൻ വരുന്നു. കുറച്ചുനേരം ദുഃഖമെല്ലാം കാണിച്ച് അത് കഴിഞ്ഞ് കൂട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ വീണ്ടും അച്ഛൻ പുറത്തു പോകുന്നു. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ സോനയ്ക്ക് വേണ്ടി പുതിയൊരു അമ്മയെയും കൂടി കൊണ്ടുവരുന്നു. സോന, ഇതാണ് നിന്റെ പുതിയ അമ്മ. ഇനി ഇവരെ നീ അമ്മ എന്ന് വിളിച്ചാ മതി. ശരി അച്ഛാ. പതിവ് പോലെ തന്നെ സോനയുടെ അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അദ്ദേഹത്തിന് തോന്നുമ്പോൾ മാത്രം തിരിച്ചു വരുന്നു. സോനയുടെ രണ്ടാനമ്മ തന്റെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി. ഏത് നേരവും ഈ വീട്ടിന്റെ ഉള്ളിൽ തന്നെ. പോയിട്ട് ആ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കെ, എന്നിട്ട് എന്റെ കാലം നുഴഞ്ഞതാ. ശരി അമ്മേ, ഇപ്പൊ തന്നെ ചെയ്യാം. സോനയുടെ രണ്ടാനമ്മ വരുമ്പോൾ അവരുടെ കൂടെ അവരുടെ ഒരു മകളും ഉണ്ടായിരുന്നു. ആ മകളുടെ പേരാണ് സുന്ദരി. സുന്ദരിയെ കൊണ്ട് ഒരു പണിയും അവളുടെ അമ്മ എടുപ്പിച്ചിരുന്നില്ല. ഇടയ്ക്ക് സോന അവളുടെ അമ്മയെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിങ്ങനെ പറയുമായിരുന്നു. മമ്മി, നീ എന്തിനാ എന്നെ വിട്ടു പോയത്? പുതിയ അമ്മ വന്നതിൽ പിന്നെ എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുക. ഇവിടെയുള്ള എല്ലാ പണിയും എന്നെ കൊണ്ട് എടുപ്പിക്കുന്ന അവരുടെ മോളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കാറില്ല. രാജകുമാരിയെ പോലെ നോക്കുന്ന. ഒരു ദിവസം സുന്ദരി പുറത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് 3-4 പ്രാവുകൾ സുന്ദരിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് സോന അതുവഴി കൂടിനു വേണ്ടി വണ്ടികൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് സുന്ദരിയെ അവിടെ കാണുന്നു. അല്ല സുന്ദരി, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? സോന, എന്നെ രക്ഷിക്കേ, ഇവരെല്ലാരും കൂടെ എന്നെ പിടിച്ചു വെച്ചിരിക്കുക. സോന അവരെല്ലാവരെയും പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും സുന്ദരി അവിടുന്ന് കൊണ്ടുവരുന്നു. സുന്ദരി വീട്ടിൽ വന്ന് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുന്നു. അമ്മ, ഇന്ന് സോനയെ എന്റെ ജീവൻ രക്ഷിച്ചത്. ഇല്ലെങ്കിൽ ആ പ്രാവുകളെല്ലാം കൂടി എന്നെ കൊന്നേനെ. ഇതെല്ലാം കേട്ടിട്ട് രണ്ടാനമ്മയ്ക്ക് ആകെ വിഷമമായി. ഇത്രയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടും എന്റെ മകളെ രക്ഷിക്കുകയാണ് ചെയ്തത്. സോന, എന്നോട് ക്ഷമിക്ക്. ഞാൻ ഇനി ഒരിക്കലും നിന്നോട് ഇങ്ങനെയൊന്നും പെരുമാറില്ല. നിന്നെ കൊണ്ട് ഇത്ര പണിയെടുപ്പിക്കില്ല. എല്ലാ പണികളിലും സുന്ദരിയും നിന്റെ കൂടെ കൂടും. ഞാൻ ചെയ്തതൊക്കെ ഓർത്ത് എനിക്ക് വളരെയധികം വേദനയുണ്ട്. ഇല്ല അമ്മേ, അമ്മ പഴയ കാര്യങ്ങളെല്ലാം മറന്നേക്ക്. എന്റെ അമ്മ എന്നെ നല്ല അനുസരണയോട് കൂടിയാണ് വളർത്തിയത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അമ്മയ്ക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല. ഇത് കേട്ടപ്പോൾ പുതിയ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നു. രണ്ടാനമ്മ സോനയെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. സുന്ദരിയും എല്ലാ ജോലികളിലും സോനയെ സഹായിക്കാനും തുടങ്ങി. അങ്ങനെ രണ്ടാനമ്മ സോനയെ സ്വന്തം മോളായി ഏറ്റെടുത്ത് അവളെയും സ്നേഹിച്ചു.